അതെ, പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് മുതൽ അവസാനം നാളിൽ നിന്ന് ഇറക്കുന്നത് വരെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല നിലവാരമുള്ള വറുത്ത അരിമാവ് എടുക്കുക. ടേക്ക് ഗുഡ് ക്വാളിറ്റി റോസ്റ്റഡ് റൈസ് ഫ്ലോർ. അത് ഒരു വിശാലമായ സ്റ്റീൽ പാത്രത്തിൽ ഇടുക. പുട്ട് ഇറ്റ് ഇൻ എ വൈറ്റ് സ്റ്റീൽ ബൗൾ. വെള്ളം അല്പമായി ചേർക്കുക. ആഡ് വാട്ടർ ലിറ്റിൽ ബൈ ലിറ്റിൽ. വിരലുകളാൽ സാവധാനം കലക്കുക. മിക്സ് ജെന്റ്ലി വിത്ത് യുവർ ഫിംഗേഴ്സ്. അത് മൃദുവായിരിക്കണം. ഇറ്റ് മസ്റ്റ് റിമൈൻ സോഫ്റ്റ്. അല്പം ഉപ്പ് വിതറുക. സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് സോൾട്ട്. ഒരിക്കൽ കൂടെ കലക്കുക. ബ്ലെൻഡ് ഇറ്റ് ഓൺസ് മോർ ഈവൻലി. പുതിയ തേങ്ങ ഒരുക്കി വയ്ക്കുക. കീപ് ഫ്രഷ് കോക്കനട്ട് റെഡി. ഇനി പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കുക. നൗ ബോയിൽ വാട്ടർ ഇൻ ദ പുട്ടു വെസൽ. ആവി ശക്തമായി ഉയരാൻ വിടുക. ലെറ്റ് ദ സ്റ്റീം റൈസ് സ്ട്രോങ്ലി. പുട്ട് നാളി എടുക്കുക. ടേക്ക് ദ പുട്ടു മേക്കർ സിലിണ്ടർ. അടിയിൽ ചെറിയ ചില്ലിടുക. പ്ലേസ് എ സ്മോൾ ഡിസ്ക് അറ്റ് ദ ബോട്ടം. ആദ്യം കുറച്ച് തേങ്ങ ഇടുക. ഫസ്റ്റ് ആഡ് സം കോക്കനട്ട്. തുടർന്ന് അരിമാവിടുക. ദെൻ ആഡ് എ ലെയർ ഓഫ് റൈസ് ഫ്ലോർ. വീണ്ടും തേങ്ങ വിതറുക. എഗെയിൻ സ്പ്രിങ്കിൾ കോക്കനട്ട്. നാളി നിറയുന്നത് വരെ ആവർത്തിക്കുക. റിപ്പീറ്റ് ടിൽ ദ സിലിണ്ടർ ഈസ് ഫുൾ. അവസാനം മുകൾ ഭാഗം മൂടി വയ്ക്കുക. ഫൈനലി ക്ലോസ് ദ ടോപ്പ് എഡ്ജ്. നാളി കുടത്തിൽ പതുക്കെ വയ്ക്കുക. ഫിക്സ് ദ സിലിണ്ടർ ഓൺ ദ വെസൽ. ആവി മാവിലൂടെ കടക്കുന്നു. സ്റ്റീം പാസസ് ത്രൂ ദ ഫ്ലോർ. സുഗന്ധം പരക്കാൻ തുടങ്ങുന്നു. ദ ആരോമ ബിഗിൻസ് ടു സ്പ്രെഡ്. കുറച്ച് മിനിറ്റ് ക്ഷമയായി കാത്തിരിക്കുക. വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് പേഷ്യൻ്റ്ലി. ഒരു സ്റ്റിക്ക് നാളിയിലിടുക. ഇൻസേർട്ട് എ സ്റ്റിക്ക് ഇൻസൈഡ് ദ സിലിണ്ടർ. ആവി വന്ന പുട്ടിനെ പതുക്കെ പുറത്തേക്ക് തള്ളുക. ജെന്റ്ലി പുഷ് ദ സ്റ്റീംഡ് പുട്ട് ഔട്ട്. അതിനെ സൂക്ഷിച്ചൊരു തളികയിൽ വയ്ക്കുക. ട്രാൻസ്ഫർ ഇറ്റ് കെയർഫുള്ളി ടു എ പ്ലേറ്റ്. താങ്ക് യു.